ഞാനിപ്പോൾ BDJS-ൻ്റെ സ്ഥാനാർത്ഥിയായി ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ രാഷ്ട്രീയമായ നിലപാടുകൾ ഞാൻ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയതാണ്. അതിനുശേഷം നിശബ്ദം ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നിരീക്ഷിക്കുകയും അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ, ഈ നാട്ടിൽ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യമായി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ചെയ്ത കാര്യം, RSPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് ഇരവിപുരത്തുണ്ടായിരുന്ന എന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കി. അത് ഒഴിവാക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഈഴവ വോട്ടുകൾ ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇരവിപുരത്ത് പാടില്ല. അതാണ് അതിലൂടെ ലക്ഷ്യം വെച്ചത്. ഇത് ദുബായ് കേന്ദ്രീകരിച്ച് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ചേർന്ന് നടത്തിയ ഒരു കച്ചവടമാണ്. സജി ഡി ആനന്ദ് സ്ഥാനാർത്ഥിയായാൽ ഈഴവ വോട്ടുകൾ ഡിവൈഡ് ചെയ്യും, അതുവഴി നൗഷാദിൻ്റെ വിജയം അസാധ്യമാകും എന്ന ഒരു ചിന്ത വന്നപ്പോഴാണ് സജി ഡി ആനന്ദിനെ ഒഴിവാക്കണം. അതിനുവേണ്ടി ഷിബു ബേബി ജോണുമായി ചേർന്ന് നടത്തിയ കച്ചവടത്തിലൂടെയാണ് സജി ഡി ആനന്ദ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും പുറത്തേക്ക് പോയത്. അതിനുശേഷമാണ് NK പ്രേമചന്ദ്രൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കി ഞാൻ പല രീതിയിലും സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവരുന്നത്. NK പ്രേമചന്ദ്രൻ്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയായാൽ ഇവിടെ നൗഷാദിൻ്റെ വിജയം അസാധ്യമാണ് എന്ന് മനസ്സിലായപ്പോൾ കാർത്തിക് പ്രേമചന്ദ്രനെയും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കണം. അതായിരുന്നു അവരുടെ ചിന്ത. ജില്ലാ എക്സിക്യൂട്ടീവിൽ കാർത്തിക് പ്രേമചന്ദ്രൻ്റെ പേര് വന്നു. ജില്ലാ എക്സിക്യൂട്ടീവിൽ കാർത്തിക് പ്രേമചന്ദ്രന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി. സ്ഥാനാർത്ഥിയായി പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോയി. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കൂടുതൽ വോട്ട് കാർത്തിക് പ്രേമചന്ദ്രനാണ് കിട്ടിയത്. അപ്പോൾ സ്ഥാനാർത്ഥിയാകേണ്ടത് കാർത്തിക് പ്രേമചന്ദ്രനാണ്. പക്ഷേ കാർത്തിക് പ്രേമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കില്ല എന്ന കച്ചവടം എന്ന് വെച്ചാൽ, LDF സ്ഥാനാർത്ഥിക്ക് ഇവിടെ വിജയിക്കാൻ അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം എന്നുള്ളതാണ് അവർ തമ്മിലുള്ള ധാരണ. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിഷ്ണു മോഹൻ, ശക്തികുളങ്ങരയിലുള്ള വിഷ്ണു മോഹൻ, ഈ മണ്ഡലവുമായി നേരിട്ട് ബന്ധമില്ലാത്ത വോട്ടുകളെയോ ഇവിടുത്തെ മറ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വോട്ടുകളെയോ സ്വാധീനിക്കാൻ ശേഷിയില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നുകൊണ്ട് നൗഷാദിൻ്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് ഷിബു ബേബി ജോൺ പൂർത്തീകരിച്ചിട്ടുള്ളത്. ആ പൂർത്തീകരിക്കുന്നത് വഴി ഷിബു ബേബി ജോണുമായിട്ടുള്ള ധാരണ എന്ന് പറയുന്നത്, ഇവിടെ അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വിജയം ഉറപ്പുവരുത്തുകയാണ് എങ്കിൽ ചവറയിൽ ഷിബു ബേബി ജോണിനെ സഹായിക്കാം എന്നുള്ള ധാരണയാണ്. ആ ധാരണയോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ട് അതിൽ പണത്തിൻ്റെ ഏർപ്പാടുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുബായ് കേന്ദ്രീകരിച്ച് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി ചേർന്നുണ്ടാക്കിയ ധാരണ, അതിൽ പണാധിപത്യമാണ് പ്രധാനമായിട്ടും. പണം കൊടുത്ത് എന്തിനേയും വിലയ്ക്ക് വാങ്ങാമെന്ന ചിന്തയാണ് RSPയുടെ സംസ്ഥാന സെക്രട്ടറിക്കുള്ളത്. അദ്ദേഹം പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാം വിലയ്ക്ക് വാങ്ങാമെന്ന് ചിന്തിക്കുന്നു. ആ പണത്തിന് മീതെ തന്നെയാണ് എല്ലാവരും പറക്കുന്നത്, LDFൻ്റെ സ്ഥാനാർത്ഥിയും പറക്കുന്നത്. ഇവർ തമ്മിലുള്ള ധാരണ, അന്തർധാര എന്ന് പറയുന്നത്, എത്താൻ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്പരം കുതിരക്കച്ചവടം നടത്തുക എന്നുള്ളതാണ്. ആ കുതിരക്കച്ചവടമാണ് ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. 1979 ശ്രീകണ്ഠൻ നായരുടെ കഴുത്തിൽ ബീഡി നൂലുമാലയിട്ടാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത്രയും നാൾ വരെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി ഞാൻ നിന്നു. ആ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി എത്ര വർഷങ്ങൾ ഞാനിവിടെ പ്രവർത്തിച്ചു. ഞാൻ എന്തുകൊണ്ട് ഇന്ന് BDJS-ൻ്റെ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് ചോദിച്ചാൽ, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന പണാധിപത്യത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ പണാധിപത്യമാണ്. ഇവിടുത്തെ ജനങ്ങളെ മതേതര രാജ്യത്ത്, മതനിരപേക്ഷത നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ജനങ്ങളെ പറ്റിക്കുക, കബളിപ്പിക്കുക, അത് ഏതു തരത്തിലും പറ്റിക്കുക എന്നുള്ളതാണ് സമ്പത്തുള്ളവൻ്റെ ലക്ഷ്യം. സജി ഡി ആനന്ദ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു എങ്കിൽ 1 കോടി രൂപ കയ്യിലുണ്ടോ എന്ന് സഖാവ് AASIS ചോദിക്കുകയാണ്. അപ്പോൾ 1 കോടി രൂപ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ കോടീശ്വരന്മാർ മാത്രം ഇവിടെ മത്സരിച്ചാൽ മതി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കോടീശ്വരനെയാണോ നിങ്ങളിവിടെ സ്ഥാനാർത്ഥിയാക്കിയത്?
അല്ലല്ലോ. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ്? ഇത് കച്ചവടമല്ലേ? LDFുമായി ചേർന്ന് ഇവിടെ കച്ചവടം നടത്തുന്നു. ഒരു കൊഞ്ചു മുതലാളി ഇവിടെയുള്ള രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നവർ തന്നെ സമ്പത്തിൻ്റെ മീതെ പറക്കുകയാണ്. ആ സമ്പത്തിൻ്റെ രാഷ്ട്രീയമാണ്, പണാധിപത്യ രാഷ്ട്രീയമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ആ പണാധിപത്യ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ BDJSൻ്റെ സ്ഥാനാർത്ഥിയായി ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ BDJSൻ്റെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചതും സ്ഥാനാർത്ഥിയായതും ഇവിടെ ജനാധിപത്യപരമായി ജനങ്ങളോട് വോട്ട് ചോദിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.